നമസ്കാരം. ചന്ദന കൃഷിയിലൂടെ 28,000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 1400 ഏക്കറിൽ 5 സെന്റ് തിരിച്ച് 20 ചന്ദന മരങ്ങൾ നട്ട് വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരാളാണ്, ബിസിനസ്സുകാരനാണ് നിഷാദ് അബൂബക്കർ. അദ്ദേഹത്തെ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കുകയും അതോടൊപ്പം അദ്ദേഹത്തിന് ഒരു അവാർഡും ലഭിക്കുകയുണ്ടായി. കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാനും അതേപോലെ പ്രമുഖ ബിസിനസ്സുകാരനായ യൂസഫ് അലിയും പങ്കെടുത്ത ചടങ്ങിലാണ് അദ്ദേഹത്തിന് ഇരുവരും ചേർന്ന് അവാർഡ് കൊടുത്തത്. അതിൻ്റെ അർത്ഥം അത്രയും പ്രാധാന്യമുള്ള ഒരാളായി അദ്ദേഹം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് ഈ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു. മാത്രമല്ല ഒരു വലിയൊരു ഗ്രാൻഡ് കൂടി കിട്ടാൻ പോകുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇതിനെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 28,000 പേർക്കാണ് അദ്ദേഹം ഈ പദ്ധതിയുമായി പങ്കാളിത്തം കൊടുക്കുന്നത്. അതിൽ ഏകദേശം ആദ്യം കൊടുത്ത 73 പേർ ഈ ചന്ദന കൃഷിയുടെ സ്ഥലം വാങ്ങുകയുണ്ടായി. 5 സെന്റ് സ്ഥലം, 20 ചന്ദന മരങ്ങൾ. ഇപ്പോൾ അതിൻ്റെ വില മരം വളർന്ന് 15 വർഷം കഴിയുമ്പോഴേക്ക് ഈൽഡിങ് കിട്ടും. അവരുടെ പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഞാൻ ആദ്യം വിചാരിച്ചത് വലിയ തട്ടിപ്പായിരുന്നു എന്നാണ്. ആട് തേക്ക് മാഞ്ചിയം പോലെ വലിയ തട്ടിപ്പുമായി വന്ന നിഷാദ് അബൂബക്കറെ കുറിച്ച് നല്ലൊരു കിടിലൻ സ്റ്റോറി ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ കളക്ട് ചെയ്യുകയും നിഷാദ് അബൂബക്കറെ ഞാൻ ബന്ധപ്പെടുകയും ചെയ്തത്. എന്നാൽ നിഷാദ് അബൂബക്കർ വളരെ സൗമ്യമായി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അയച്ചു തരികയും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞ കാര്യം, ഞാൻ ആരുടെയും പൈസ വാങ്ങി പോക്കറ്റിലിടുകയല്ല, അവർക്ക് തതുല്യമായുള്ള സ്ഥലവും ചന്ദനമരങ്ങളടങ്ങിയ നട്ടു വളർത്തിയ സ്ഥലം ഞാൻ കൊടുക്കുകയാണ്. മാത്രമല്ല 15 വർഷത്തേക്ക് അവരെയും കൂടെ പങ്കാളിത്തത്തോടു കൂടി അവിടെയുള്ള വാങ്ങിയിട്ടുള്ള എല്ലാ കർഷകരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ച് അവരാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. വളരെ രസകരമായ, വളരെ കൃത്യതയോടുകൂടിയുള്ള ശാസ്ത്രീയമായ ഈ കാര്യം കേട്ടത് ഞാൻ സത്യമാണോ എന്ന് അന്വേഷിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി പുൽപ്പള്ളിയിൽ ഈ പറയുന്ന പ്ലാന്റിൽ, ഈ പ്രോജക്റ്റിൽ സ്ഥലം വാങ്ങിയിട്ടുള്ള, ഈ ചന്ദന മരങ്ങൾ നട്ടു വളർത്തിയിട്ടുള്ള പ്രോജക്റ്റിൽ പങ്കുചേർന്നിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അവരെ ഓരോരുത്തരെയും നേരിട്ട് കാണുകയും ഉണ്ടായി. കാരണം അവരെ കാണേണ്ട ആവശ്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന പദ്ധതി തട്ടിപ്പാണോ അല്ലയോ എന്ന് കൃത്യമായി മനസ്സിലാക്കാനാണ്. അവർ ഘട്ടം ഘട്ടമായി കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ, ഈ കർഷകർ ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ടോ എന്നറിയാൻ പോയി എൻ്റെ റിപ്പോർട്ടറെ മീരയെ അയച്ചപ്പോൾ മീര അവർ നേരിട്ട് കാണുകയുണ്ടായി. അതിൽ സാൻഡൽവുഡ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള അനു വർക്കിയെയാണ് ആദ്യം കണ്ടത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കാം. ഇന്ന് നമുക്കിവിടെ ഈ ഒരു പവലിയനിൽ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് നമുക്കൊരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. കാരണം എല്ലാ ബിസിനസ്സുകാരെയും പ്രൊമോട്ട് ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ് 4 സെൻട്രൽ ഗവൺമെൻറ് അതോറിറ്റികൾ ചേർന്നുകൊണ്ട് ഒരു പ്രൊജക്റ്റുകൾ കേരളത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആദ്യത്തെ എക്സിബിഷനാണിത്. ആ എക്സിബിഷനിൽ ഇന്ന് നമുക്ക് ഇവിടെ നമ്മുടെ കമ്പനിയുടെ കാക്കനാട് ആസ്ഥാനമായിട്ട് ഉള്ള ഓഫീസിൻ്റെ കമ്പനിയുടെ സ്റ്റാഫുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മെയിൻ അട്രാക്റ്റീവായിട്ടുള്ള നമ്മുടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവ് ഹൗസാണ്. ഇന്ന് ലോകത്തിൽ ആരും പരീക്ഷിക്കാത്ത, അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് ഒരു മോണോപ്പൊളി പ്രൊജക്റ്റായിട്ട് മാറിയിരിക്കുകയാണ് സിൽവർ ലീഫ് ബിൽഡേഴ്സിൻ്റെ ലക്ഷറി റിസോർട്ട്. കാരണം സാൻഡൽവുഡ് പ്ലാന്റേഷനും കേവ് ഹൗസും, ആ കേവ് ഹൗസിൽ നമുക്ക് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും. ആ കേവ് ഹൗസിൽ ഏകദേശം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഇത്രയും ലക്ഷറൈസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം, അതിൻ്റെ കോമൺ അമ്യൂണിറ്റീസിൽ കിഡ്സ് ഏരിയ, സ്പാ, അരോമ തെറാപ്പി. ഇപ്പോൾ സാൻഡൽവുഡ് ഓയിൽ വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇന്ന് വേൾഡിൽ ഓസ്ട്രേലിയയിൽ ഒരു കമ്പനി മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ചെയ്യുന്നത് നമ്മളാണ്. പിന്നെ അണ്ടർഗ്രൗണ്ട് പാർട്ടി ഹാള്, പൂൾ ഏരിയ, ട്രീ ഹൗസ്, ക്യാമ്പ് ഫയർ, മോർണിംഗ് വൈബ്സ്, ഇങ്ങനെ ഇത്രയും വലിയ അമ്യൂണിറ്റീസിനോട് കൂടി 90 കോട്ടേജുകളോട് കൂടിയാണ് പുൽപ്പള്ളി വാടാനക്കവൽ എന്ന സ്ഥലത്ത്, പുൽപ്പള്ളി ടൗണിൽ നിന്ന് വെറും 2.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലത്ത് ഈ ഒരു പ്രൊജക്റ്റ് 90 കേവ് ഹൗസുകൾ വരുന്ന 60 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റുള്ള വലിയ പ്രൊജക്റ്റ് വരുന്നത്. ഈ പ്രൊജക്റ്റ് വയനാടിന് മാത്രമല്ല, ഇന്ത്യയെ തന്നെ ലോകത്തിൻ്റെ ഭൂപടത്തിൽ
നമ്മുടെ എല്ലാ ബിസിനസ് മേഖലയിനേക്കാൾ ഉപരിയായി ടൂറിസം ഭൂപടത്തിൽ ഒരു സ്ഥാനം കൊടുക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സാൻഡൽവുഡ് പ്ലാന്റ്സിന് നടുക്ക് ഒരു മഡ് ഹൗസിൽ നാച്ചുറൽ ട്രീറ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ അരോമ തെറാപ്പി സാൻഡൽവുഡ് ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഈ 3 സെഗ്മെൻറ്റും ഒരുമിച്ചിട്ടുള്ള ഒരു ലക്ഷറൈസ് ആയിട്ടുള്ള ഒരു പാക്കേജ് ഇന്ന് വേൾഡിൽ സാൻഡൽവുഡിൻ്റെ നാട്ടിൽ സ്വന്തം നാട്ടിൽ മറ്റാർക്കുമില്ല, നമുക്ക് മാത്രമേ അവകാശപ്പെടാനുള്ളൂ. അപ്പോൾ ആ ഒരു അവസരത്തെക്കുറിച്ച് ഇന്ന് ഈ ഒരു ഇൻഡസ്ട്രിയൽ പ്രോഗ്രാമിൽ എക്സിബിഷനിൽ നമുക്ക് വളരെയധികം ഇൻഡസ്ട്രിയലായിട്ടും അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സായിട്ടും വരുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ ഗവൺമെൻറ് ഇങ്ങനെ ഒരു അവസരം ഈ ഒരു പ്രൊജക്റ്റിലൂടെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇത്രയും മാത്രമേ ഉള്ളൂ. ഇന്ന് ഭൂമിയിൽ തന്നെ നിക്ഷേപിച്ചുകൊണ്ട് ഏറ്റവും പൈതൃകമായിരിക്കുന്ന പ്ലാന്റേഷൻ പ്രൊജക്റ്റും അതോടൊപ്പം തന്നെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള പ്ലാന്റ്സിനെ കുറിച്ചും മഡ് ഹൗസിനെ കുറിച്ചും ട്രീറ്റ്മെൻറ്റുകളെക്കുറിച്ചും മനസ്സിലാക്കുന്ന ഒപ്പം തന്നെ വിദേശ നാണ്യത്തെ നേടിത്തരുന്ന ഈ പ്രൊജക്റ്റ് നിങ്ങൾക്കും സ്വന്തമാക്കാനുള്ള ഒരവസരം കൂടി ഞങ്ങളിവിടെ ഒരുക്കുന്നുണ്ട്. എല്ലാവർക്കും സ്വന്തമായിട്ട് ഓരോ മഡ് ഹൗസും പ്ലാന്റ്സും ഒക്കെ അവരെ സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത് എടുക്കാനുള്ള അവസരമാണ് നമ്മളിതിലൂടെ ഒരുക്കുന്നത്. അപ്പോൾ ഈ ഒരു പവലിയനിൽ ഞങ്ങൾ കൊടുക്കുന്ന ഓരോ ഇൻവിറ്റേഷനും അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും വലിയൊരു പുതിയ വാതായനമാണ് ഇതിലൂടെ തുറക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണെന്ന് മനസ്സിലാക്കി ഏറ്റെടുക്കാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സിൽവർ ലീഫ് ബിൽഡേഴ്സിൻ്റെയും ജസ്പേഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെയും ലക്ഷറീസ് റിസോർട്ടായിട്ടുള്ള കേവ് ഹൗസുകൾ തയ്യാറായിട്ടുണ്ട്. ഞങ്ങളുടെ കേവ് ഹൗസുകളുടെ കൺസ്ട്രക്ഷൻ വന്ന് വിസിറ്റ് ചെയ്യുക, കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ കൺസ്ട്രക്റ്റീവ് ടൈം ആയതുകൊണ്ട് ഓഫർ റേറ്റിന് കൂടി സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അവസരം ഉപയോഗപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. അതോടൊപ്പം തന്നെ ഈ സ്ഥലം വാങ്ങിയിട്ടുള്ള ഈ പ്രോജക്റ്റിൽ ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും കാണുകയുണ്ടായി. അതിൽ ഈ വീഡിയോയിൽ കൊടുക്കുന്നത് 7ഓളം പേരുടെയാണ്. ആ 7ഓളം പേർ എന്താണ് പറഞ്ഞൊന്ന് കേൾക്കാം. മാമിന്റെ പേരെന്താ? ജയശ്രീ അനീഷ് പറവൂർ. സ്ഥലം പറവൂർ. ഓക്കെ. ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ച് പറയുമ്പം ഒരു പ്ലാന്റിൽ എത്ര ഏക്കറാണ് മൊത്തം? ഇത് ടോട്ടലി ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 1400 ഏക്കറിലാണ് നമ്മുടെ പ്രൊജക്റ്റ് വരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 120 ഏക്കറോളമാണ് എടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1400 ഏക്കറാണ് പ്രൊജക്റ്റ്. ഇതിൽ പലരോടും സംസാരിച്ചപ്പോൾ പലരും 1000 തൈകളൊക്കെ ഒന്നിച്ചാണ് വെച്ചതെന്ന്. ഇത് ഒന്നിച്ചല്ലേ പാകമാവുക, കാതലായി വരിക? ആ സമയത്ത് ഒന്നിച്ച് മുറിച്ച് വിൽക്കുമ്പോൾ ഇത് ഒന്നിച്ച് ഗവൺമെന്റ് എടുക്കാൻ സാധ്യത, അങ്ങനെ ഒരു ഭീഷണി വരുമോ ആ സമയത്ത്? തീർച്ചയായിട്ടും നമുക്ക് ഏകദേശം ഒരു 2000 ടൺ ചന്ദനത്തിൻ്റെ ആവശ്യകത ഓരോ വർഷം ഇന്ത്യയിലുണ്ട് നിലവിൽ. പക്ഷേ നിലവിൽ 100 ടണ്ണിൽ താഴെ മാത്രമേ ഇപ്പോൾ ലഭ്യതയുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റേഷൻ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ കീഴിൽ ഈ ഒരു പ്ലാന്റേഷൻ നമ്മൾ 2000 ടൺ ചന്ദനം പോലും ആകുന്നില്ല ഈ ഒരു 1400 ഏക്കറുടെ കൾട്ടിവേഷൻ കഴിയുമ്പോൾ. അപ്പോൾ തന്നെ അത് ഒരു വർഷത്തേക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോ വർഷവും 2000 ടൺ ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കൾട്ടിവേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ 15 വർഷത്തെ ആ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ അത് ആകെ കൂട്ടിവെച്ചാൽ തന്നെ ഏകദേശം ഒരു വർഷത്തേക്ക് കൊടുക്കാനുള്ള ചന്ദനം വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്ലാന്റേഷനുകൾ ചെയ്യാനുള്ള അവസരം ഇനിയുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ വേൾഡ് മാർക്കറ്റിൽ 6000 ടൺ ചന്ദനത്തിൻ്റെ ആവശ്യകത നിലവിൽ ഇപ്പോഴുണ്ട്. പക്ഷേ ലഭ്യത ഉള്ളത് 800 ടണ്ണിൽ താഴെ മാത്രമാണ്. അപ്പോൾ അതിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ ചന്ദനം എന്ന് പറയുന്നത് ഇന്ത്യൻ സാൻഡൽവുഡാണ്. സാൻഡാലം ആൽബം എന്ന് പറയുന്ന സ്പീഷ്യസിലുള്ള ഇന്ത്യൻ സാൻഡൽവുഡാണ്. അത് ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള ചന്ദനം കിട്ടുന്നതും നമ്മുടെ മറയൂരിൽ നിന്നൊക്കെയാണ്. ഏറ്റവും പഴയ നമ്മൾ പറയുകയാണെങ്കിൽ ചന്ദനക്കാടുകൾ ഒരു സ്വാഭാവിക സ്ഥിതിയിൽ കണ്ടുവന്നിട്ടുള്ള ചന്ദനക്കാടുകൾ എന്നൊക്കെ പറയുന്നത് മറയൂരാണ്. അപ്പോൾ അവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ ആ മറയൂർ സാൻഡൽവുഡിൻ്റെ അവിടുത്തെ തൈകളും അല്ലെങ്കിൽ അവിടുത്തെ വിത്തുകളുമാണ് ഇവിടെ ജെർമിനേഷൻ ചെയ്ത് നമ്മളിവിടെ പ്ലാന്റ് ചെയ്യുന്നത്. അതായത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ക്വാളിറ്റി ചന്ദനം മറയൂർ ചന്ദനത്തിൻ്റെ അല്ലെങ്കിൽ പ്രായമേറിയ ചന്ദനത്തിൻ്റെ വിത്തുകൾ. അങ്ങനെ ഒരു സീൻ വരാൻ പോകുന്നില്ല. അതായത് വില കുറയാനോ ഇടിയാനോ ഒന്നിച്ച് വിളവെടുത്താൽ ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ വില കൂടാനുള്ള സാധ്യതയെന്ന് പറയുള്ളൂ. കാരണം ഇപ്പോഴും വില കൂടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എക്സ്പോർട്ടിങ്ങിനുള്ള സാധ്യത ചിലപ്പോൾ അപ്പോഴായിരിക്കും തുറക്കണം. ഇപ്പം നിലവിൽ നമ്മുടെ രാജ്യത്തെ ചന്ദനം ഇത്രയും ഡിമാൻഡുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും വേൾഡിൽ മറ്റ് പല രാജ്യങ്ങൾക്ക് ഇത്രയും ചന്ദനത്തിൻ്റെ ആവശ്യകത ഉണ്ടായിട്ടും ചന്ദനം ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. കാരണം ഇവിടെ 2000 ടൺ ആവശ്യമുണ്ട് ഇപ്പോൾ, പക്ഷേ 100 ടണ്ണിൽ താഴെ മാത്രമേ ലഭ്യതയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഗവൺമെൻറ് നിലവിൽ എക്സ്പോർട്ടിങ്ങിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എക്സ്പോർട്ടിങ് ബാനാണ്. പക്ഷേ 2000 ടണ്ണിന് മേലേക്ക് ഒരു വർഷത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് എക്സ്പോർട്ട് ചെയ്യും, അത് ഓപ്പൺ ചെയ്യും. എത്ര വർഷം കൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇതിലേക്ക് എത്തുക?
നമ്മളെ സംബന്ധിച്ചുള്ള നമ്മളെപ്പോലെ ഒത്തിരി കമ്പനികൾ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഇത് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടണം. അല്ലെങ്കിൽ നമ്മുടെ തന്നെ പ്രൊജക്റ്റ് 1400 ഏക്കർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അടുത്ത അതിന് വർഷം ഒരു 30 വർഷമൊക്കെ നമ്മൾ മുമ്പിൽ കാണണ്ടേ? തീർച്ചയായിട്ടും വേണ്ടി വരും. കാരണം ഇതൊരു 15 വർഷത്തെ ഒരു പ്രൊജക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇതൊരു 30-40 വർഷം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും എക്സ്പോർട്ടിംഗിലേക്ക് നമുക്ക് എക്സ്പോർട്ടിംഗിലേക്ക് എത്താൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും പറ്റുള്ളൂ. ഇത്രയും ചന്ദനം നമ്മളിപ്പോൾ 1000 തൈകൾ നട്ട ചന്ദനം ഒരുമിച്ചെടുത്ത് അത് ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ച ഗവൺമെൻറ് ഇത് എന്തെല്ലാം പ്രോസസ്സിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുക? ഇത് കൂടുതലായിട്ട് മറയൂർ സാൻഡൽവുഡ് ഡിപ്പോയിൽ അവിടെ നിന്നിട്ട് ലേലത്തിൽ പോവുകയാണ് ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം മൈസൂർ സാൻഡിൽ സോപ്പ് ഉണ്ടാക്കുന്ന ആ ഒരു കർണാടക സോപ്പ് ആൻഡ് ഡിറ്റർജൻറ്റ് കമ്പനി, അവർക്ക് തന്നെ ഇവിടെ ആവശ്യത്തിനുള്ള ചന്ദനം നിലവിൽ കിട്ടുന്നില്ല. സാൻഡൽവുഡ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് ആ ഓയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് സാൻഡൽവുഡ് സോപ്പ്, അതോടൊപ്പം തന്നെ ഒരുപാട് കോസ്മെറ്റിക്സ് ഐറ്റംസ്, മെഡിസിൻസിന് പോലും, അതായത് എല്ലാ തരത്തിലുള്ള ക്യാൻസറിനുള്ള ഒരു മെഡിസിനായിട്ട് പോലും സാൻഡൽവുഡിൻ്റെ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത്രയും നല്ലതാണ്, സ്കിൻ കെയർ ആണ്. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലും ഇത് വെച്ചുകൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ചന്ദനം ഇവിടെ കർണാടക സോപ്പ് ആൻഡ് ഡിറ്റർജൻറ്റ് കമ്പനിക്ക് പോലും ഒരു വർഷം തികയുന്നില്ല. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആവശ്യമുള്ള ചന്ദനത്തിൻ്റെ ഓയിൽ കിട്ടിയതിന് ശേഷം വീണ്ടും അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ, നമ്മളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഇരട്ടിയിലധികം ചന്ദനത്തിൻ്റെ ഓയിൽ ഓരോ വർഷം ആവശ്യമുണ്ട്, ലിറ്റർ ഓയിൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5000 ലിറ്റർ സാൻഡൽവുഡ് ഓയിലായിരുന്നു കർണാടക സോപ്പ് ആൻഡ് ഡിറ്റർജൻറ്റ് കമ്പനിക്ക് വേണ്ടത്. പക്ഷേ അവർക്ക് 1000 ലിറ്ററിൽ താഴെ നമുക്കിവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 4000 ലിറ്റർ വാങ്ങിയത് അവർ ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓസ്ട്രേലിയയിലെ ചന്ദനം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ സാൻഡൽവുഡാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് വിത്തുകൾ ശേഖരിച്ചുകൊണ്ട് പോയി ഓസ്ട്രേലിയയിൽ കൃഷി ചെയ്ത് അവരൊരു 15 വർഷത്തെ കൾട്ടിവേഷൻ പീരീഡിൽ കൃഷി ചെയ്ത് അതിൻ്റെ ഓയിൽ എടുത്തതിന് ശേഷം അത് ഇന്ത്യയിലേക്ക് തിരിച്ച് ഇങ്ങോട്ട് അയക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളുടെ രാജ്യത്തെ സമ്പത്ത് യഥാർത്ഥ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യാതെ അത് മറ്റു പല രാജ്യങ്ങൾ ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കി അവർ കൃഷി ചെയ്ത് അത് തിരിച്ച് നമ്മളിലേക്ക് തരുന്നു. തീർച്ചയായിട്ടും നമ്മളത് അമിത പണം കൊടുത്ത് വാങ്ങേണ്ട ഒരവസ്ഥ. അതും ഇത്രയും ക്വാളിറ്റി ഒന്നുമില്ല. നമ്മുടെ രാജ്യത്തെ ചന്ദനത്തിൻ്റെ ഇന്ത്യൻ സാൻഡൽവുഡിൻ്റെ ക്വാളിറ്റി ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കാലാവസ്ഥയുടെ ചേഞ്ച് കൊണ്ടൊക്കെ ഓയിൽ കണ്ടൻ്റൊക്കെ കുറഞ്ഞു പോകുന്നുണ്ട്, സുഗന്ധം കുറഞ്ഞു പോകുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. പേരെന്താ? എൻ്റെ പേര് റസിയ ഫ്രം കൊച്ചി. കൊച്ചി ഇവിടെ തന്നെയാണ് കൊച്ചി. മാമിന് എത്ര പ്ലോട്ട് ഉണ്ട് ഈ പദ്ധതിയിൽ? ഈ പദ്ധതിയിൽ 700 പ്രൊജക്റ്റിൽ 1400 ഏക്കറിൻ്റെ ഉള്ളിൽ 28,000 പ്ലോട്ടുകളായിട്ട് 5 സെൻറ്റിൻ്റെ 28,000 പ്ലോട്ടുകളായിട്ടാണ് ഇവിടെ പ്രൊജക്റ്റ് ഇതാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ എനിക്ക് തന്നെ 2 പ്ലോട്ട് എടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അത് രണ്ടും ഒന്നിച്ചാണോ? അല്ല, ആദ്യം ഒരു പ്ലോട്ട് ഞാൻ വന്നെടുത്തു. അതിനുശേഷം ഞാൻ കരാറും അറേഞ്ച് ചെയ്തു. നമ്മൾ ഒരു ഫസ്റ്റ് ഗ്രൂപ്പ് സാൻഡൽവുഡിൻ്റെ ഇതിലോട്ട് ഭാഗമായി. അതിന് ശേഷമാണ് വീണ്ടും എനിക്ക് ഒരു പ്ലോട്ടും കൂടെ എടുക്കണമെന്നുള്ള ആശയം തോന്നി. അങ്ങനെ 2 പ്ലോട്ടായിട്ട്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് എല്ലാം കമ്പനി തന്നെയല്ലേ? ഇപ്പോൾ എല്ലാം കമ്പനി തന്നെയാണ് മേൽനോട്ടം വഹിക്കുന്നത്. നമ്മൾ ഒരു കമ്പനി പറയുന്ന ഓരോ കാലയളവിലും അതാത് രീതിയിൽ കമ്പനിയോട് നമ്മൾ സഹകരിച്ച് പോവുക എന്നുള്ളതാണ്. അതെന്തൊക്കെയാണ് കമ്പനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ വളരെ ഇപ്പോൾ കരാറ് കഴിഞ്ഞു, ഞാൻ പിന്നെ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് മന്ത്ലി EMI ആയിട്ടാണ് ബാക്കി എമൗണ്ട് അടച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ 2 പ്ലോട്ടിൻ്റെയും ആദ്യത്തെ പ്ലോട്ടിൻ്റെതും ആദ്യം കരാറ് കഴിച്ചു, പിന്നെ ബാക്കി ഈ തുകയാണ് EMI ആയിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഞാനത് 9 ലക്ഷത്തിന് കിട്ടി. ഞാൻ വന്ന് 3 മാസത്തെ ഇത് പ്ലാന്റ് തുടങ്ങി 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എടുത്തത് കൊണ്ട് എനിക്ക് അന്ന് ആ റേറ്റിന് കിട്ടി. അതിന് ശേഷമാണ് പ്ലാന്റ് ചന്ദനമരം വെച്ചതും എല്ലാം സ്റ്റാർട്ട് ചെയ്തതും. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ വീണ്ടും എടുത്തപ്പോൾ എനിക്ക് വീണ്ടും റേറ്റ് കൂടി. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ ഘട്ടമായിട്ട് സ്റ്റാർട്ടിങ് ചെയ്ത് കഴിയുമ്പോൾ അതിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രീതിയിൽ പ്രൊജക്റ്റിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് വില കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 2 പ്ലോട്ട് അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ പേരിൽ. അപ്പോൾ എനിക്കും ഒരു കോടീശ്വരി ആകണം. അപ്പോൾ കോടീശ്വരി ആയാൽ പോരാ, കോടികളുടെ ഒരു ഉന്നതിയിൽ എനിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്ലോട്ടും കൂടെ വേണമെന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് ഞാൻ എത്തിയതുകൊണ്ട് എൻ്റെ 2 പ്ലോട്ട് എടുത്തത്. ഇപ്പോൾ അതിലും മെച്ചപ്പെട്ട് ഞാൻ ഇപ്പോൾ കോട്ടേജിൻ്റെ ഓണറായിക്കൊണ്ടിരിക്കുന്നു. ടൂറിസ്റ്റിൻ്റെ കോട്ടേജിൽ ഞാൻ ഒരു 1 ലാക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉടനെ തന്നെ ഒരു 2 ലാക്കും കൂടെ കൊടുത്ത് 3 ലാക്ക് കൊടുത്ത് എൻ്റെ മന്ത്ലി വരുമാനം എന്നെ സെക്യൂർഡ് ആക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 3 ലാക്ക് കൊടുത്താൽ എനിക്ക് മാക്സിമം എനിക്ക് ഒരു 6,000 to
30,000-ലോട്ടുള്ള ഒരു വരുമാനം കിട്ടും. അതാവുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലിരുന്നാൽ പോലും എനിക്കൊരു വരുമാനം കിട്ടുന്നൊരിത്. ഞാൻ 17 കൊല്ലം വിദേശത്ത് ജോലി ചെയ്ത് ഒരു NRI ആയിട്ട് വർക്ക് ചെയ്ത പ്രവാസിയായിട്ട് വർക്ക് ചെയ്തതാണ്. പക്ഷേ അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ സമ്പാദിക്കുന്നത് ചിലവഴിക്കുക, ഇത് മാത്രമേ എനിക്കറിയാൻ പാടുള്ളൂ. ഞാൻ ധാരാളമായിട്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടി ചിലവഴിച്ചു. ഇന്ന് ഞാൻ 4 വർഷമായിട്ടുള്ളൂ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ വന്നു. വെറും 8 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പ്രവാസത്തു നിന്ന് നയിച്ചത് എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ചോർന്നു പോണേന്നുള്ളത്. അതിനൊരു ഇതായിട്ടാണ് ഇപ്പോൾ ഈ കമ്പനിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇൻവെസ്റ്റിലൂടെ എനിക്ക് കിട്ടുന്ന മണി കൊണ്ട് ഇപ്പോൾ എനിക്ക് ജീവിക്കാൻ പറ്റുന്നു. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, 2 പ്ലോട്ട് എടുത്തു, അതുകൂടെ അതിലുള്ള പ്ലോട്ടിൻ്റെ ഷെയറിലിട്ടു. അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. പേരെന്തൊക്കെയാ? എൻ്റെ പേര് മുഹമ്മദ് അലി. സ്ഥലം കണ്ണൂർ ജില്ലയിൽ മാട്ടൂല്. അബ്ദുൾ റഷീദ് പാലക്കാടാണ്. എൻ്റെ പേര് ഹരീഷ്, കോഴിക്കോട് ജില്ല കല്ലാച്ചി. പല സ്ഥലത്തു നിന്നാണ് നിങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഒത്തുകൂടിയത്. ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു പ്ലാന്റേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ്. ഞങ്ങൾക്ക് 4 വർഷമായിട്ട് കമ്പനി മാനേജ്മെൻറ്റും MD-നും നല്ലോണം അറിയുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങളെ രക്ഷപ്പെടുത്തേണ്ട രീതിയാണ് ഈ പ്ലോട്ട് വാങ്ങിയപ്പോൾ 12 ലക്ഷം റുപ്യ ഒന്നായിട്ടില്ല പോലും ഞങ്ങൾക്ക് 15,000 റുപ്യ വെച്ചിട്ട് EMI-യുടെ സൗകര്യം പലിശയില്ലാതെ ചെയ്തു തന്ന കമ്പനിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. കാരണം വെച്ചാൽ ഇതുവരെ ഇപ്പോൾ എത്ര വർഷമായിട്ട് ഞങ്ങളൊന്ന് ജോലി ചെയ്തത് ഒന്നും സമ്പാദിക്കാൻ പറ്റിയില്ല. പക്ഷേങ്കിൽ കൊറോണയ്ക്ക് ശേഷം എല്ലാം പോയി. അപ്പോൾ അതിനുശേഷം എനിക്കിപ്പോൾ 2 മക്കളുണ്ട്. ഭാവിയിൽ അവർക്ക് വേണ്ടിയിട്ടും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു പ്രതീക്ഷ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കാരണം അത്രക്കും വിശ്വാസമാണ് ഞങ്ങൾക്ക് കമ്പനി. ഒരു ലാസ്റ്റ് വേർഡാണ് ശരിക്കും ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരുപാട് ഇതുപോലുള്ള ബിസിനസ്സുകൾ ചെയ്തിരുന്നു. പക്ഷെ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു 3 വർഷത്തിൽ കൂടുതലായി. അപ്പം ഞങ്ങളെ കൊണ്ടുവന്ന ആൾക്കാർ ഇപ്പോൾ ഞങ്ങളെ പുറത്തേക്ക് ഇട്ടിട്ടും ഞങ്ങൾ വീണ്ടും അതിലിങ്ങനെ പിടിച്ചിരുന്ന കാരണം എന്ന് പറഞ്ഞാൽ ആ സത്യസന്ധതയാണ്. അതിൽ ഞങ്ങൾ വിജയിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇത് അതുമാത്രമല്ല, ഇത് നമ്മൾ വെറും വാക്ക് പറയുന്നതല്ല. ഇത് സത്യസന്ധമായിട്ട് നമുക്ക് പറയുന്ന കമ്പനി ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുള്ള കമ്പനിയാണ്. അവന് രാജ്യത്തിന് നല്ല സമ്പത്തും എല്ലാം നേടിക്കൊടുക്കണം. ഇതിൽ അസോസിയേറ്റ് ചെയ്യണവർക്ക്, ഇതിൽ വാങ്ങണവർക്ക്, വിൽക്കണവർക്ക്, അതുപോലെ എല്ലാവർക്കും ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന കഴിയാണ്. യുണീക്കായ ഇന്നോവേറ്റീവായ ഒരു പ്രൊജക്റ്റാണ്. പിന്നെ ഇനി ഒരാൾക്കും ഇതൊരു വേറൊരാൾക്ക് തുടങ്ങാനും പറ്റില്ല. വേൾഡിൽ ഒരാൾക്കും തുടങ്ങാനും പറ്റാത്ത ലോകത്തിലെ നമ്പർ 1 പദ്ധതിയും പ്രൊജക്റ്റുമാണ് ഇത്. അതേമാതിരി ടൂറിസം, റിയൽ എസ്റ്റേറ്റ്, മറ്റേ കൃഷി, ടെക്നോളജി, ഇതൊക്കെ പാടെ യോജിപ്പിച്ചിട്ടുള്ള 2 കേരള ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നടക്കുന്ന ആ പരിപാടിയാണ്. ഇത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ എണ്ണ കൊണ്ട് ഗൾഫ് രാജ്യം സമ്പന്നമായില്ലേ എന്ന പോലെ ഇന്ത്യ രാജ്യം ഈ പദ്ധതി കൊണ്ട്, ഈ പ്രൊജക്റ്റ് കൊണ്ട് സമ്പന്നമാകാൻ പോവുകയാണ്. ഇതിൽ മറ്റേ എന്താ പറയുക, കമ്പനിയെക്കുറിച്ചും പ്രൊഡക്റ്റിനെക്കുറിച്ചും കൂടുതൽ ആൾക്കാർ പഠിക്കുകയാണെങ്കിൽ നമുക്കിത് കൂടുതൽ അവർക്ക് ഇൻകം നേടാനും രാജ്യത്തിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും പാവങ്ങളില്ലാതെ നല്ലൊരു ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊജക്റ്റാണിത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം കണ്ടിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേ വരെ ഒരാൾ പോലും കോടീശ്വരന്മാരെ സൃഷ്ടിക്കില്ല. ഏതൊരു സമ്പന്നനും തൻ്റെ തൊഴിലാളികളെ സമ്പന്നതയിലേക്ക് കൊണ്ടുവരാൻ ആരും ചെയ്യില്ല. അതേ സ്ഥാനത്ത് നമ്മുടെ നിസാർ സാറും ചെയ്യുന്നത് 28,000 കോടീശ്വരന്മാരെന്ന് സൃഷ്ടിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അനുഗ്രഹം കൂടിയാണ്. 28,000 കോടീശ്വരന്മാർ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കയ്യിൽ കൂടി തന്നെ ഒരുപാട് കോടീശ്വരന്മാരെ ഞങ്ങൾക്കും കൊണ്ടുവരാൻ പറ്റും. അതായത് ഇപ്പം തന്നെ 15 പേരെ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതിൽ വിശ്വാസം അതിനുശേഷം അവരും എന്ത് ചെയ്ത് ഫ്ലോട്ട് EMI-യിലൂടെ വാങ്ങിക്കാനുള്ള അവസരം. ഫ്ലോട്ട് വാങ്ങിയവരുണ്ട്, സാമ്പത്തിക സ്ഥിതിയുള്ളവർക്ക് ഒന്നായിട്ട് ഒരു കൂടി തന്നെ വാങ്ങിക്കാം. പക്ഷേ ഇല്ലാത്തവർക്കും അതിനുള്ളൊരു അനുഗ്രഹമുണ്ട് ഇവിടെ. കമ്പനിക്ക് വേണമെങ്കിൽ സെലിബ്രിറ്റികളെ കൊണ്ടുവന്നിട്ട് ഇതിൽ പരസ്യം കൊടുത്തിട്ട് കമ്പനിക്ക് കൂടുതൽ ഹ്യൂജായിട്ട് കച്ചവടം കൂടുതലാക്കുക. പക്ഷെ കമ്പനി അത് ചെയ്യില്ല. കമ്പനി സാധാരണക്കാരനെ നല്ലൊരു ഇൻകത്തിലേക്ക് എത്തിക്കാനും അവൻ്റെ ലൈഫ് നല്ല മെച്ചപ്പെട്ട സാമ്പത്തികത്തിൽ ആക്കാനും വേണ്ടിയിട്ടാണ് കമ്പനി മെയിനായിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അസാധാരണക്കാരനാക്കി മാറ്റാം. അതാണ് നമ്മുടെ കമ്പനിയുടെ മെയിൻ ഉദ്ദേശം. ഒരു സത്യസന്ധമായ ഉദ്ദേശം. പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടക്കുന്നു എന്നുള്ളതാണ്. ചാരിറ്റി ആണ് മെയിനായിട്ട് ഇതിൻ്റെ ഉദ്ദേശം.
ജീവകാരുണ്യ പ്രവർത്തനം. ജനങ്ങളുടെ കാശ് ഒരു ഭാഗത്ത് അടഞ്ഞുകൂടിയ കാശ് ഇതിലൂടെ ജനങ്ങളിൽ പ്രസരിക്കാൻ ഒരു കാരണമാകും ഈ പ്രൊജക്റ്റ്. അതുമാത്രമല്ല നമ്മൾ ചാരിറ്റി ഒരു ഇല്ലാത്ത ആൾക്കാർക്ക് ഈ സമ്പത്ത് കിട്ടണം. അപ്പോൾ 100 റുപ്യ ഉള്ള ആൾക്ക് അല്ലെങ്കിൽ 10 കോടി ഉള്ള ആൾക്ക് 100 കോടി കയ്യിൽ കിട്ടിയാൽ അതിനെ പ്രോത്സാഹിപ്പിക്കും കൂടി ഈ കമ്പനി ചെയ്യുന്നുണ്ട്. ചാരിറ്റി ചെയ്യാനും ഒരുപാട് ജനസമൂഹത്തിന് നന്മ ചെയ്യാനൊക്കെയാണ് കമ്പനീൻ്റെ ലൈഫ് ഉദ്ദേശം തന്നെ അതാണ്. നമസ്കാരം സാർ. നമസ്കാരം. സാറിൻ്റെ പേര്? ഞാൻ മൊയ്തീൻ അടച്ചാൽ, കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ തന്നെയാണല്ലോ അല്ലേ നമ്മുടെ ഈ കമ്പനിയുടെ? അതെ, കമ്പനിയുടെ എംഡിയും ചെയർമാനും കൊടുങ്ങല്ലൂരാണ് ജനിച്ചു വളർന്നത്. പക്ഷേ അവരിപ്പോൾ ബിസിനസ്സൊക്കെ ഡെവലപ്പായപ്പോൾ സ്വാഭാവികമായിട്ടും കൊടുങ്ങല്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് താമസം മാറ്റിയിട്ട് ഇപ്പോൾ ഒരു 15 വർഷമായി അവരിവിടെയുള്ളത്. അപ്പോൾ ജസ്പേഡ് എന്ന് പറഞ്ഞ കമ്പനി എറണാകുളത്തോട്ട് മാറി. ഇപ്പോൾ കൊടുങ്ങല്ലൂർ അതിൻ്റെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ജസ്പേഡ് ഇൻ്റർനാഷണൽ റിയൽ എസ്റ്റേറ്റ് കമ്പനി എന്ന് പറയുന്ന കാക്കനാട് ബേസ് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഒരു 2 മാസം മുമ്പ് കൊടുങ്ങല്ലൂരിൻ്റെ ഹൃദയഭാഗത്ത് സെൻട്രൽ മാൾ എന്ന് പറയുന്ന ഏറ്റവും വലിയ മാളിൽ നമ്മളൊരു സിൽവർ ലീഫ് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓഫീസ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കാരണം എപ്പോഴും ബിസിനസ് ചെയ്യാൻ എല്ലാവർക്കും എറണാകുളത്തേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് കണക്കിലൂടെ നമ്മൾ ജസ്പേഡും നിങ്ങളുടെ ഈ കൂട്ടായ്മയും കൂടെ ചേർന്നാണോ? എല്ലാം ഇന്റർനാഷണലും വെൽഫെയർ അസോസിയേഷനും എല്ലാം കൂടി ചേർന്നാണ് ഇത് സിൽവർ ലീഫ് ബിൽഡേഴ്സ് എന്നുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടുള്ളതും. അത് നമ്മൾ അതിൻ്റെ സെക്കൻഡ് ബെഞ്ചാണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ജസ്പേഡ് ഇൻ്റർനാഷണൽ ആണ്. അതിനു മുമ്പ് ആദ്യം സിൽവർ സ്പൂണ് എന്നുള്ള പറഞ്ഞല്ല, കാറ്ററിംഗ് ആയിട്ടാണ് ആദ്യം ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ് ആയിട്ടാണ് കമ്പനി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 25 വർഷം മുമ്പ്. അപ്പോൾ ഇവിടെ നമുക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ 25 വർഷമായിട്ട് വിവിധ ബിസിനസ്സുകൾ, ഈ കാറ്ററിംഗ് മുതൽ മറ്റ് പല ബിസിനസ്സും ചെയ്ത് ഇവർ പരാജയപ്പെടുകയും വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് ആരും ചെയ്യാത്ത, അതായത് കേരളത്തിൽ നിന്നല്ല ആകാശത്തിന് കീഴെ നമ്മൾ കേൾക്കുകയോ കാണുകയോ അറിയുകയോ ചെയ്യാത്ത വെരി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് നമുക്കറിയാം, ഒരുപാട് ആളുകൾ റിയൽ എസ്റ്റേറ്റ് നമ്മളൊക്കെ പേഴ്സണലായിട്ട് റിയൽ എസ്റ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് മാത്രമേ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ, ഇപ്പോൾ യൂസ്വലിക്ക് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, ആ യൂസ്വലിക്കാർക്ക് മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുന്നുള്ളൂ. അവർക്ക് 57,000 സ്റ്റാഫുണ്ട് യൂസ്വലിക്കാരുടെ. അവർക്ക് സാലറിയാണ് കിട്ടുന്നത്. 30,000 മുതൽ 2 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്നവരാണ് അവിടെ ഉള്ളത്. ഇവിടെ അതല്ല. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ നമ്മൾ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഇൻകമാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫാമിലി ഓറിയൻറ്റഡ് ബിസിനസ്സാണ്. ഇപ്പോൾ ഞാനും വൈഫും ഇതിൽ ചെയ്യുന്നുണ്ട്. എന്നതുപോലെ നിങ്ങൾക്ക് കാണാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 60% ലേഡീസ് ആയിരിക്കും. ലേഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എംപ്ലോയീസ് ഒന്നുമല്ല, അവർ സാധാരണക്കാരെ വീട്ടമ്മമാരായിരുന്ന സ്ത്രീകൾ ഇപ്പോൾ മിനിമം 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം, 6 ലക്ഷം, 7 ലക്ഷം, 8 ലക്ഷം, 9 ലക്ഷം, 10 ലക്ഷം, 1.25 കോടി രൂപ ഈ മാസം വാങ്ങുന്ന ഒരു മോള് ലിൻഡു മരിയ ജോസഫ് എന്ന് പറയും. അത് ഈ ഓഫർ പറഞ്ഞിട്ടുള്ള 1.25 കോടി രൂപയാണ്. അപ്പോൾ നമുക്ക് ഈ സാധ്യത, ഈ റിയൽ എസ്റ്റേറ്റിൽ നിന്നുള്ള സാധ്യത കേരളത്തിലിപ്പോൾ മന്ദീഭവിച്ച് നിൽക്കണം. ഒരു 10 വർഷമായിട്ട് റിയൽ എസ്റ്റേറ്റ് നടക്കുന്നില്ല. ആ സമയത്താണ് നമ്മൾ നല്ല രീതിയിൽ റിയൽ എസ്റ്റേറ്റ് ക്ലിയർ ആക്കിക്കൊണ്ട്, അതായത് വാങ്ങുന്നവനും വിൽക്കുന്നവനും വിൽക്കപ്പെടുന്നവനും ഒരുപോലെ ലാഭമുള്ള വെരി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ പാർട്ണറായിട്ടാണ് നമ്മളിപ്പോൾ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഇതിലിവിടെ ഉള്ളവർ എല്ലാവരും അതായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല സാറ്റിസ്ഫിക്കേഷനിലാണ്, പൈസ ഉണ്ടാക്കുന്നുണ്ട്. ലൈഫ് സ്റ്റൈല് കമ്പനി പറയുന്നൊരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ അസാധാരണക്കാരാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള കമ്പനി. അല്ലെങ്കിൽ കമ്പനിക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം ഈ റിയൽ എസ്റ്റേറ്റ്, അവർക്ക് കമ്പനിക്ക് മാത്രമായിട്ട് ചെയ്യാം. പക്ഷേ കമ്പനിയുടെ കൂടെ നിൽക്കുന്നവരെയും വിശ്വസിക്കുന്നവരെയും ഈ കേരളത്തിൻ്റെ സാമ്പത്തിക ദാരിദ്ര്യത്തിന് ഒരു പരിഹാരം കാണാമെന്നുള്ളതാണ് ഏറ്റവും വലിയ കമ്പനിയുടെ എയിം. അതാണ് അവരുടെ ലക്ഷ്യം. അതാണ് ആ ലക്ഷ്യത്തിൻ്റെ കൂടെ ഒരുപാട് പേര് വരും, ഒരുപാട് പേര് പോകും. അത് ഏതൊരു എസ്റ്റാബ്ലിഷ് അങ്ങനെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പേര് അതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അനന്ത സാധ്യത എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ പോലും സാമ്പത്തിക ദാരിദ്ര്യം മാറ്റിക്കുറിക്കാൻ ഈ കമ്പനിക്ക് വിത്തിൻ 2 ഇയർ, ഒരു 2 വർഷത്തിനകത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഈ കമ്പനീനെ മത്സരിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ വേറെ മറ്റൊരു ബിസിനസ്സിൽ നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമസ്കാരം മാം. നമസ്കാരം. പേരെന്താ? സീനത്ത് അഷ്റഫ്, ഫോർട്ട് കൊച്ചി എന്നാണ്. എന്തായിരുന്നു ജോലി, തൊഴിൽ, എന്തെന്നാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നത് ജസ്പേഡ്? എനിക്ക് വർക്കൊന്നുമില്ല, ഞാൻ ഒരു വീട്ടമ്മയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു സാധ്യത ഞാൻ എൻ്റെ ഫ്രണ്ട് വഴി കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ അറിയാൻ വന്നു. ആദ്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സാധ്യതയെക്കുറിച്ച് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്നെപ്പോലൊരു വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു വരുമാന മാർഗ്ഗം, അങ്ങനെയാണ് ഞാൻ ആദ്യം ഇതിനെ മനസ്സിലാക്കിയത്. പിന്നീട് ഇത് ആർന്നിറങ്ങി ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ വലിയ സാധ്യതയെ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്.
പിന്നെ ഞാനിത് ഇവിടെ ആദ്യം ഞാനൊരു ഷെയർ എടുത്തുകൊണ്ട് ഇത് കൂടുതൽ നാൾ ഇത് നമ്മൾ പഠിച്ചു കഴിയുമ്പോഴാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ ഗ്രോത്തിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഏതൊരാൾ എന്ത് പറഞ്ഞാലും നമ്മൾ ആദ്യം ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഇവരെ കൂടെ 1000 തൈ നടൽ ചടങ്ങ് ഉദ്ഘാടനത്തിന് ഇനോഗ്രേഷൻ പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിന് നല്ലൊരു കുളിർമ കിട്ടി. കാര്യം ഇത്ര 1000 തൈ ഇവിടെ നടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്തിങ്, അതിൻ്റെ വളർച്ച വരും തലമുറക്ക്, അതായത് 15 വർഷം കഴിയുമ്പോൾ എന്നെപ്പോലുള്ളവർക്ക്, കാര്യം ഞാനെന്നൊക്കെ പറഞ്ഞാൽ മക്കളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരു കാലഘട്ടം വരുമ്പോൾ, റിട്ടയർമെൻറ്റ് ലൈഫ് വരുമ്പോൾ എനിക്കൊക്കെ ഇത് നല്ലൊരു പ്രയോജനമാകും. കാര്യം ഇപ്പോൾ എൻ്റെ ഏജ് 42 വയസ്സായി. ഇനി ഒരു 15 വർഷം കഴിയുമ്പോൾ എനിക്ക് ഇത്രയും ഇമ്മ്യൂണിറ്റി എനിക്ക് ഉണ്ടാവണമെന്നില്ല, ഈ പവറും എനിക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നാളത്തെ തലമുറ നമ്മളെ എങ്ങനെ വാച്ച് ചെയ്യുന്നു നമുക്കറിയില്ല. കാര്യം നമ്മളുടെ തലമുറ ഇപ്പോൾ മാതാപിതാക്കളെ നോക്കണ പോലെ വരും തലമുറ നോക്കും എന്നുള്ള ഒരു ഉറപ്പും എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റിയിട്ടതാണ് ഒരു ഫ്ലോട്ട്. അപ്പോൾ അത് ഞാൻ മേടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഇനിയും ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലായപ്പോൾ നമ്മളെ മക്കൾക്കും വേണമല്ലോ ഇനിയിപ്പോൾ. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഒരു കോട്ടേജും ഇപ്പം ഞാൻ ചെയ്തിട്ട്, അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത ഇനിയുള്ള ഓരോരുത്തർക്കും, അതായത് വീട്ടിലിരുന്ന് വെറുതെ ടൈം കളയുന്ന കുറേ യൂട്യൂബിലും ഇതിലൊക്കെ ടൈം കളയുന്ന കുറേ വനിതകളുണ്ട്. നമ്മൾ ഇതിൽ തൊഴിലവസരം ഇല്ലാത്ത കുറേ വനിതകൾ, അവർക്കൊരു പ്രചോദനമാകട്ടെ ഈ ഒരു അവസരം. അതുപോലെ തന്നെ വരും കാലങ്ങളിൽ എന്നെപ്പോലെ തന്നെ റിട്ടയർമെൻറ്റ് ലൈഫ് ഇടങ്ങളിൽ പോകാത്ത, അതായത് അധികം ബുദ്ധിമുട്ടി പോകാത്ത ഏതൊരു വീട്ടമ്മമാർക്കും ഇതൊരു വലിയൊരു പ്രചോദനമാണ്. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളുണ്ടാവും, കുറേ ആഗ്രഹങ്ങളുണ്ടാവും നമുക്ക്. അതൊന്നും നമുക്ക് പണമില്ല എന്നും പറഞ്ഞ് നമ്മൾ നാലാക്കി മടക്കി പോക്കറ്റിലിടും അല്ലേ. പക്ഷെ എന്നെപ്പോലുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാ ആഗ്രഹങ്ങളും ഇതുകൊണ്ട് നമുക്ക് സാധിക്കാൻ പറ്റും. അത്രയ്ക്കും നല്ലൊരു മാനേജ്മെൻറ്റാണ്, അത്രയ്ക്കും നല്ലൊരു പവർഫുള്ളായ ടീമുണ്ട്, ബറ്റാലിയൻ ടീം നമ്മളെ കൂടെ ഉണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. സാറിൻ്റെ പേര്? എൻ്റെ പേര് മനോജ്. പ്രിയ മനോജ്. സ്ഥലം? തൊടുപുഴയിൽ നിന്ന് എങ്ങനെയാണ് വയനാടുള്ള ഇത്തരത്തിലൊരു പദ്ധതിയിലേക്ക് എത്തിയത്? ഞങ്ങൾ ഇതുപോലെ എറണാകുളത്ത് വെച്ച് ഒരു ജസ്പേഡ് കമ്പനിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്താണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ പ്രോഗ്രാം വന്ന് കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇത് ജെനുവിനായിട്ടുള്ളൊരു പദ്ധതിയാണ്. അപ്പം നമുക്കൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്പന്നതയിലേക്ക് വരിക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അപ്രായോഗികമായൊരു കാര്യം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചന്ദനം കൃഷി ഇന്ന് പഴയ രീതിയിലല്ല, ഇന്ന് പുതിയ ടെക്നോളജിയിലൂടെ ഇത് വളർത്താൻ വളരും എന്ന് മനസ്സിലായി. അതിനുശേഷം ഞാൻ ഇവരോടൊപ്പം വയനാട് പോയി ഈ സ്ഥലങ്ങളെല്ലാം പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം അവിടെ ചന്ദനത്തോപ്പുകൾ വളർന്നു നിൽക്കുന്നതിനേക്കാൾ പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ജെനുവിനായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ആശങ്കയുണ്ടായിരുന്നു. ശരിക്കും ഇത് പകുതിക്ക് വെച്ച് ഏത് കമ്പനിയും ഈ പറഞ്ഞ ഒരു പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പം നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ തന്നെ ആധാരം ചെയ്ത് തരുന്നു. അതുപോലെ പ്രോപ്പർട്ടി നമ്മുടെ സ്വന്തമാകും. പിന്നെ ഈ കമ്പനിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. കമ്പനി 25 വർഷമായിട്ട് ഈ ബിസിനസ് ഫീൽഡിലുള്ള കമ്പനിയാണ്. അതോടൊപ്പം ഇവർ രജിസ്റ്റേർഡ്, നമ്മൾ ഈ കമ്പനി രജിസ്റ്റേർഡ് ആണെങ്കിൽ മാത്രമേ ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ തട്ടിപ്പ് വന്നാൽ അതിനെക്കുറിച്ചൊരു അന്വേഷണമോ മറ്റു കാര്യങ്ങളോ ഈ നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ കമ്പനി എപ്പോഴും രജിസ്റ്റേർഡ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചതുകൊണ്ട് ഒരു പ്രോപ്പർട്ടി നമ്മളും സ്വന്തമായിട്ട് വാങ്ങിച്ചു. ഒരു പ്രോപ്പർട്ടി വാങ്ങി. കേട്ടല്ലോ, ഞാൻ കഴിഞ്ഞ തവണ നിഷാദ് അബൂബക്കറിനെ കുറിച്ചുള്ള വീഡിയോ പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ സംഭവം എന്താണെന്ന് പഠിക്കാത്ത തട്ടിപ്പാണെന്ന് വിശ്വസിച്ചു എന്നെ ചാരിക്കൊണ്ട് ഞാൻ ഇത് തട്ടിപ്പിൽ പങ്കുചേർന്നിരിക്കുകയാണെന്നും അതേപോലെ ഞാൻ തട്ടിപ്പുകാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അത് ചില ആളുകൾ കമൻറ്റ് ചെയ്യുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ പദ്ധതി കേട്ടപ്പോൾ എനിക്കും തോന്നിയത് അതാണ്. എന്നാൽ ഞാൻ കൃത്യമായി അന്വേഷണം നടത്തിയപ്പോൾ ഇത് വലിയൊരു പ്രോജക്റ്റാണ്. ഇത് ചന്ദനമരം എന്ന് പറയുന്ന നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള പ്രാധാന്യമുള്ള നമുക്ക് പണം കൊയ്തു തരുന്ന ഒരു സംഭവമാണ് ഈ പദ്ധതി എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അവരുടെ പദ്ധതികളിൽ ചേർന്നിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തതോടെ ഞാൻ അവർക്ക് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം ഒരു പദ്ധതി തട്ടിപ്പാണെങ്കിൽ അതിനെ നമ്മൾ എതിർക്കേണ്ടത്. സത്യസന്ധമാണെങ്കിൽ, ഈ നാടിന് ഗുണകരമാണെങ്കിൽ, കേരളത്തിന് വലിയ വിദേശ നാണയം നേടിത്തരുന്നതാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ അവർ ഒരു പ്രോജക്റ്റ് കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ചന്ദനം 5 സെൻറ്റ് സ്ഥലത്ത് 20 ചന്ദനമരത്തോടൊപ്പം ഒരു കോട്ടേജ് കൂടി അവർ പണിയുകയാണ്. മണ്ണ് കൊണ്ടുള്ള അതിരസകരമായ കോട്ടേജ്. അതിൻ്റെ ചിത്രമാണ് കാണിക്കുന്നത്.
ഇതിന് ഏകദേശം 60 ലക്ഷം രൂപയാണ് സ്ഥലവും ചന്ദനമരവും ഈ കോട്ടേജും അടക്കം വരുന്നത്. ഈ 60 ലക്ഷം മുടക്കുമ്പോൾ അവർ തന്നെ വിദേശത്ത് നിന്ന് ടൂറിസ്റ്റുകളെ കൊണ്ടുവരും. ഒരു ദിവസം 20,000 രൂപ വരെ വരുമാനം കിട്ടുന്ന പദ്ധതിയാണ്. ഏകദേശം ഒരു മാസം 6 ലക്ഷം രൂപ. ഇതിനെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വെറും 10 മാസം കൊണ്ട് മുടക്കിയ പണം തിരിച്ചു കിട്ടുന്ന പദ്ധതി. ഇത് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ ഇതൊരു വളരെ രസകരമായത് മാത്രമല്ല, വളരെ ശാസ്ത്രീയമായതും വളരെ വസ്തുതാപരവുമാണ്. കാരണം കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് വയനാട്ടിലേക്ക് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് ഇത്. ഇതിൽ പങ്കുചേരാൻ ആർക്കും അവകാശമുണ്ട്. നിങ്ങൾ പണം കൊണ്ടുപോയി വേറെ എവിടെയും കൊണ്ടുപോയി കളയുന്നതിന് പകരം നിങ്ങൾ ആട് തേക്ക് മാഞ്ചിയത്തിൽ അല്ലെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലൊക്കെ നിക്ഷേപിച്ച് കോടികൾ നഷ്ടപ്പെടുത്തുന്നതിന് പകരം നിങ്ങൾ ഇവിടെ പങ്കാളികളാവുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നിങ്ങൾക്ക് നഷ്ടവും ഉണ്ടാകില്ല, നേട്ടം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നുള്ള സത്യം. നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ഈ കാര്യം കൃത്യമായി പഠിച്ച് നിങ്ങൾക്കും പങ്കുചേരും. ഈ സ്ഥലം പോയി സന്ദർശിക്കുക, ഈ കോട്ടേജസ് പോയി കാണുക, ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഒരു മാസത്തിൽ ചുരുങ്ങിയത് 3 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെ മാസത്തിൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. 15 വർഷം കഴിഞ്ഞാൽ ഈ 20 ചന്ദനമരങ്ങളിലൂടെ ഒരു മരത്തിന് ആവറേജ് 15 ലക്ഷം രൂപ ഈ 15 വർഷം കഴിയുമ്പോൾ കിട്ടും. ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടും. ഇപ്പോൾ ഒരു കിലോ ചന്ദനത്തിന് എന്താണ് വില? ഒരു ചന്ദനത്തിന് 20,000 രൂപയാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. ഇത് നേരിട്ട് പുറമെ വിൽക്കാൻ പറ്റില്ല, ഗവൺമെൻറ്റാണ് എടുക്കുക. ഗവൺമെൻറ്റിന് ഇപ്പം തന്നെ 1000 ടണ്ണിൻ്റെ ആവശ്യമുണ്ട്, പക്ഷേ കൃത്യമായി ചന്ദനം കിട്ടുന്നില്ല. അത്തരം സന്ദർഭത്തിലാണ് നിഷാദ് ബൗക്കർ എന്ന് പറയുന്ന കുശാഗ്ര ബുദ്ധിയായ, വളരെ ടാലൻ്റായ, ചാണക്യനായ ഒരു ബിസിനസ്സുകാരൻ ഈ രംഗത്തെ ഈ സാധ്യതകൾ പഠിക്കുകയും റിസ്ക് എടുത്ത് അദ്ദേഹം പുൽപ്പള്ളി ഇതിനെ പറ്റിയ സ്ഥലമാണെന്നും 700 അടി ഉയരത്തിലുള്ള സ്ഥലമാണെന്നും കാലാവസ്ഥ യോജിക്കുന്നുണ്ടെന്നും ഭൂമിയുടെ കിടപ്പ് കൃത്യമാണെന്നും മനസ്സിലാക്കി അവിടെ പ്ലാന്റേഷൻ തുടങ്ങുകയും ആദ്യത്തെ 2 മാസം പ്ലാന്റേഷൻ നടത്തിയ ശേഷം ഇത് വിൽപ്പന ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 14,000 ഏക്കർ 1400 ഏക്കർ സ്ഥലം അക്വയർ ചെയ്ത് ഇതേപോലെയുള്ള പ്ലാന്റേഷൻ തുടങ്ങി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൃഹത് പദ്ധതിയാണത്. ഇതിൽ പങ്കാളിയാകുന്നവർക്ക് പണം നഷ്ടപ്പെടുന്നില്ല എന്നതാണ് ആദ്യത്തെ കാര്യം. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒരു പദ്ധതിയിൽ ചേരുമ്പോൾ പണം നഷ്ടപ്പെടുമോ? ഇല്ല. കാരണം ഇവിടെ ചന്ദനമരം സേഫാണ്, അതേപോലെ സ്ഥലവും സേഫാണ്, നമ്മുടെ പേരിലേക്കാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 2 കോട്ടേജിൽ ചേർന്ന് കഴിഞ്ഞാൽ വിദേശത്ത് നിന്ന് മലയാളി ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം കൂടെ ഈ കമ്പനി ഏറ്റെടുക്കുകയാണ്. അതിന് അവർക്കതായ ഒരു കമ്മീഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കത് ചേരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ ഈ സ്ഥലം വാങ്ങിയിട്ടുള്ള ഈ പ്രോജക്റ്റിൽ ചേർന്നിട്ടുള്ള 7 പേരുടെ അനുഭവങ്ങൾ നമ്മൾ പഠിച്ചതിന് കാരണം ഇവിടെ എന്തെങ്കിലും തട്ടിപ്പ് നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് മാത്രമല്ല, അവരെല്ലാം വളരെ സന്തോഷവാന്മാരാണ്. ഈ പദ്ധതിയിൽ നിങ്ങൾക്കും ചേരാം. അവർ സന്തോഷവാന്മാരാവുന്നത് എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഇത് മാർക്കറ്റ് ചെയ്യും. എന്നിരുന്നാലും എൻ്റെ ക്രൈമിൻ്റെ പ്രേക്ഷകർക്കും ഇതിൽ പങ്കുചേരാം. എന്നിട്ട് നേരിട്ട് പോയി കണ്ടുപഠിച്ച് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി വലിയൊരു ഇവിടെ പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ സ്ഥിരമായിട്ടുള്ള വരുമാനം നമുക്ക് കിട്ടും. അതോടൊപ്പം ജീവിതകാലം മുഴുവൻ സേഫ് ആകുകയും ചെയ്യാം. നന്ദി, നമസ്കാരം.